ഇന്നത്തെ അറിയിപ്പുകൾ. വെടിക്കെട്ടില്ലാതെ തൃശൂർ പൂരം നടത്താൻ തീരുമാനം. കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കി ആഘോഷങ്ങൾ കുറച്ച് തൃശൂർ പൂരം നടത്താൻ തീരുമാനം. കുടമാറ്റവും എഴുന്നള്ളിപ്പും മേളവും അടക്കമുള്ള മറ്റ് ആചാരങ്ങളിൽ മാറ്റമുണ്ടാവില്ല. എന്നാൽ കുടകളുടെ എണ്ണം കുറയ്ക്കാനും തൃശൂർ കലക്ട്രേറ്റിൽ മന്ത്രിമാരും തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്ര ഭാരവാഹികളും പങ്കെടുത്ത ഉന്നതതല യോഗം തീരുമാനിച്ചു. സാമ്പിൾ വെടിക്കെട്ടും മെയിൻ വെടിക്കെട്ടും ഉപചാരം ചൊല്ലി പിരിഞ്ഞ ശേഷമുള്ള വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും ഒഴിവാക്കാനാണ് തീരുമാനം. വെടിക്കെട്ടിന് പകരം ആചാരത്തിന്റെ ഭാഗമായി കദീന മാത്രമേ പൊട്ടിക്കൂ. എന്നാൽ ആനകളുടെ എണ്ണം കുറയ്ക്കില്ല. 15 ആനകളെ തന്നെയാണ് എഴുന്നള്ളിക്കുക. ക്ഷേത്ര ഭാരവാഹികൾ അടക്കമുള്ളവരുടെ അഭിപ്രായം തേടിയ ശേഷമാണ് മന്ത്രിമാർ അടക്കം പങ്കെടുത്ത ഉന്നതതല യോഗം അന്തിമ തീരുമാനത്തിലെത്തിയത്. കുടമാറ്റം ഉണ്ടാകുമെങ്കിലും കുടകളുടെ എണ്ണം കുറയ്ക്കാനും തീരുമാനിച്ചു. പേരിന് മാത്രം കുടമാറ്റം നടത്താനാണ് തീരുമാനം. കുടമാറ്റം 15 മിനിറ്റ് മാത്രമേ ഉണ്ടാവൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ നോക്കാം. താമരശ്ശേരി ചുരത്തിലെ വളവുകൾ വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തി അടുത്തയാഴ്ച ആരംഭിക്കും. ചുരത്തിൽ 6, 7, 8 വളവുകളാണ് വീതി കൂട്ടി നവീകരിക്കുന്നത്. താമരശ്ശേരി ചുരത്തിലെ വളവുകൾ വീതി കൂട്ടുന്നതിന് ദേശീയപാതാ വിഭാഗം ഏറ്റെടുത്ത വനഭൂമിയിലെ മരങ്ങൾ മുറിച്ചു നീക്കിയ സ്ഥലത്ത് മണ്ണു പരിശോധനയും മറ്റും നടത്തി തയ്യാറാക്കിയ ഡിസൈൻ വർക്കിന് IIT അംഗീകാരം ലഭിച്ചു. ചുരത്തിൽ 6, 7, 8 വളവുകളാണ് വീതി കൂട്ടി നവീകരിക്കുന്നത്. ഇതിൽ 6ാം വളവിന്റെ ഡിസൈൻ വർക്കിനാണ് അനുമതി ലഭിച്ചത്. 7, 8 വളവുകളുടെ ഡിസൈൻ പൂർത്തിയാക്കി അടുത്തു തന്നെ അംഗീകാരം ലഭിക്കുമെന്നാണ് വിവരം. 6ാം വളവ് വീതി കൂട്ടുന്ന പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നിർമ്മാണ സാമഗ്രികളും മറ്റും കരാർ കമ്പനി ചുരത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 വളവുകളിലും മരങ്ങൾ മുറിച്ചു മാറ്റി അരികുഭിത്തി കെട്ടിപ്പൊക്കി റോഡ് വീതി കൂട്ടി ടാർ ചെയ്യുന്നതിന് 22 കോടി രൂപയുടെ ടെൻഡർ ഡൽഹി ആസ്ഥാനമായ ചൌധരി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. ഈ വളവുകൾ വീതി കൂട്ടുന്നതിനുള്ള വനഭൂമി വിട്ടുകിട്ടുന്നതിന് ദേശീയപാതാ വിഭാഗം വർഷങ്ങളായി നടത്തിവന്ന ശ്രമങ്ങൾ കഴിഞ്ഞ ഡിസംബറിലാണ് ഫലം കണ്ടത്. ഈ 3 വളവുകളും കൂടി വീതി കൂട്ടുന്നതോടെ ചുരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് അല്പം ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2024 ശേഷം സംസ്ഥാനത്ത് ആദ്യമായാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുന്നത്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കടുത്ത വേനൽച്ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുറംജോലികളിൽ ഏർപ്പെടുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 1 മരണം റിപ്പോർട്ട് ചെയ്തു. കണ്ണൂർ പള്ളിപ്പൊയിൽ സ്വദേശി സനൽകുമാർ ആണ് മരിച്ചത്. ഈ സാഹചര്യത്തിൽ സൂര്യാഘാതവും സൂര്യതാപവും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വേണ്ട പ്രതിരോധ നടപടികൾ കൈക്കൊള്ളേണ്ടത് പ്രധാനമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് താപനില ഉയർന്നു നിൽക്കാൻ സാധ്യതയുണ്ട്. ശനിയാഴ്ചയും ഞായറാഴ്ചയും പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.